അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തായിഫ് ചരിത്ര ഭൂമികയിലൂടെ ഒരു യാത്ര. ഇത് എല്ലാവരും കാണണം, ഒരാളും ഇത് മിസ് ചെയ്യരുത്. നമ്മൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം കാണണം, ചരിത്ര സ്ഥലം കാണണം. നിങ്ങൾ പറ്റുമ്പോഴൊക്കെ തായിഫിൽ വരുമ്പോഴൊക്കെ നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ഇഖ്ബാൽ മദനി ഉസ്താദ്, അതുപോലെ തന്നെ അഷ്റഫ് സഖാഫി ഉസ്താദ്, ഞങ്ങൾ 3 പേരും കൂടിയാണ് നിങ്ങൾക്ക് ഈ ചരിത്രങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഓരോ ചരിത്രങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിൻ്റെ മണ്ണിൽ ഒരുപാട് ചരിത്ര വിപുലമായ സംഭവങ്ങളാണ് തായിഫിൽ കാണാനുള്ളത്. ആദ്യമായി നമ്മുടെ കേരളക്കാരൻ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു നിർമ്മിച്ച പള്ളി, അത് ഇന്ന് തായിഫ് സൂഖ് ബലദിൻ്റെ ഹൃദയസ്ഥാനത്ത് നിൽക്കുന്ന നല്ല രീതിയിലുള്ളൊരു പള്ളി ഉണ്ട്. അതുപോലെ തന്നെ സൂഖിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർകളുടെ മക്ബറയുള്ള കോമ്പൗണ്ട്, അതിനെ തൊട്ടുരുമ്പ് നിൽക്കുന്ന മസ്ജിദ് അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്ത് ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ അവർകളുടെ മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ സ്ഥലവും വീടും, അതുപോലെ തന്നെ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ചരിത്ര സംഭവമായ സ്ഥലങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫൈസി ഉസ്താദ് അവറുകൾ ഉൾക്കൊള്ളിക്കും. എല്ലാവരും കാണുകയും അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും ചരിത്രങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വാദി ഹലീമ അല്ലേ? വാദി ഹലീമ ചരിത്രത്തിൽ മറക്കാനാവാത്തൊരു സംഭവമാണ്. എല്ലാവരും മനസ്സിലാവും. ഉസ്താദെ ഒന്ന് വിശദീകരിച്ചാണ്. വാദി ഹലീമ ബനി സഅദ് കുടുംബക്കാരുടെ ഒരു ഏരിയയാണിത്. ഇവിടെയൊക്കെ താമസിക്കുന്ന ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ മഹദിയുടെ കുടുംബക്കാരാണ് കൂടുതലും ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ താഴ്ഭാഗത്ത് കാണുന്ന ഈ ചെരുവിൻ്റെ ചരിത്രം വളരെ വിപുലമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂലിക്ക് മുല കൊടുക്കാൻ വേണ്ടി കൂട്ടി വന്ന ആ സമയത്താണ് സംഭവങ്ങൾ വിപുലമായി ഇവിടെ നടക്കുന്നത്. അന്ന് റസൂലുള്ളാഹിക്ക് എത്ര വയസ്സ്? അന്ന് റസൂലുള്ളാഹിക്ക് 4 വയസ്സാണ് എന്നാണ് ചരിത്രത്തിൽ കാണപ്പെടുന്നത്. ആ സമയത്ത് ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ ഒരുപാട് ആടുകളുണ്ട്. ആ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ലംറത്ത്, ആ ലംറത്തിൻ്റെ കൂട്ടത്തിലാണ് ഈ കാണുന്ന വാദി ചെരുവിലൂടെ ആട്ടുകൂട്ടങ്ങൾ ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മരച്ചുവട്ടിൽ തണൽ കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മരം ഉണ്ടായിരുന്നു അല്ലേ? അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മരം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ആ മരച്ചുവട്ടിൽ ആട്ടിനെ മേയിച്ചിരിക്കുന്ന സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അവിടെ നിന്ന് ലംറത്ത് കൂട്ടത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻസാനിയത്ത് ജിബില്ലത്തിൽ നിന്ന് മലക്കൂത്തിയ ജിബില്ലത്തിലേക്ക് അവിടുത്തെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് ശുദ്ധിയാക്കി വീണ്ടും അതേ സ്ഥലത്ത് വെക്കുകയും ആ സംഭവ വിപുലമാണ് ഈ വാദി ചെരുവിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലംറത്തും സാക്ഷിയായത്. അതിൻ്റെ ചിത്രങ്ങളാണ് ചരിത്ര വിപുലമാണ്. മദ്രസയിലെ കുട്ടികളൊക്കെ
അന്ന് ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു ഇത്. ആ വീടാണ് ഇത്. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ വീട് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളംബ്രത്തിൻ്റെ കൂടെ ആടിനെ മേയ്ക്കാനും റസൂലുള്ളാഹി ചെറുപ്പത്തിൽ കളിച്ച് നടന്നിരുന്ന ആ സ്ഥലമൊക്കെയാണ് ഇത്. അൽഹംദുലില്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകിച്ച് റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തന്നെയാണ്. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയായിരുന്നു കുഞ്ഞുനാളിൽ കളിച്ചിരുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. ഇൻഷാ അല്ലാഹ്. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും അവരെ കുടുംബങ്ങളിൽപ്പെട്ട 4 വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അടിത്തറ മാത്രം കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി മേലെ കെട്ടിയിട്ടുള്ള കല്ലുകളൊക്കെ അത് പിൽക്കാലത്ത് നീക്കപ്പെട്ടു. ഒരു സമയത്ത് അത് പാടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടിഭാഗം വെച്ചുകൊണ്ട് കല്ല് കൊണ്ട് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞുകാലത്ത് കളിച്ച് നടന്നിരുന്ന ആ പ്രായത്തിൽ ഈ സ്ഥലത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നത്. ഈ ചരിത്രം തായിഫിൻ്റെ ഹലീമത്ത് സഅദിയ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. പ്രത്യേകത എന്താ അറിയോ? ഇവിടെ വന്നപ്പോൾ ഭയങ്കര ശാന്തത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ച് കീറി ഇൻസാനിയത്തിൽ നിന്ന് മലക്കൂത്തിയിലേക്ക് എത്തിച്ച മലക്കുകൾ വന്ന് നെഞ്ച് കീറിയ ഈ സ്ഥലമാണിത്. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ശാന്തത മനസ്സിന്, അല്ലേ? ഭയങ്കര ശാന്തത. മാഷാ അല്ലാഹ്. ഒരു വല്ലാത്തൊരു സൈലന്റ് മൂഡ്. ആ മരം, ഈ മരത്തിൻ്റെ അടുത്താണ് വെച്ചുകൊണ്ടാണ് ഇസ്ലാം ഇറങ്ങി വന്നിട്ട് നെഞ്ച് കീറിയതും എല്ലാം ചെയ്ത സ്ഥലമാണിത്. എല്ലാവരും മനസ്സിലാക്കേണ്ടതും കാണേണ്ടതുമാണ്. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബനി സഅദ് ഗോത്രത്തിൽ ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു ആകർഷിച്ചൊരു പാർക്ക്. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, നമ്മളിവിടെ ഉണ്ടാവാൻ കാരണക്കാരും അള്ളാഹു നമുക്ക് തന്ന വലിയ സ്വർഗം കിട്ടാനും സ്വർഗം സമ്പാദിക്കാൻ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ എന്ന ഈ പാർക്ക് എല്ലാവരെയും വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഹലീമത്ത് സഅദിയ റളിയല്ലാഹുവിൻ്റെ നാടാണിത്. ബനു സഅദ് ഗോത്രക്കാർ, ബനു സഅദ് ഗോത്രക്കാർ ജീവിച്ചിരുന്ന രാജ്യം, അവരുടെ സിറ്റിയാണിത്. ബഹുമാനപ്പെട്ട ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ മക്കയിൽ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ബനു സഅദ് ഗോത്രക്കാർ താമസിച്ച സ്ഥലം. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് മുല കൊടുത്തതും ഒക്കെ ഇവിടെ നിന്നാണ്. റസൂലുള്ള കുഞ്ഞുനാളിൽ വളർന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബനു സഅദ് സിറ്റിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ചരിത്രങ്ങളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ബനു സഅദിലെ മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നത്. ഉഷാറായിട്ട് മുന്തിരിത്തോട്ടം, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് മുന്തിരി, നല്ല വിളഞ്ഞു നിൽക്കുന്നല്ലേ മുന്തിരിത്തോട്ടം. ബനു സഅദിലുള്ള വലിയൊരു സംഭവം, 1000 വർഷം പഴക്കമുള്ളൊരു കോട്ട. നല്ല രസം, കല്ലുകൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ കോട്ട. ഇപ്പോൾ കോട്ടയിൽ മേൽഭാഗമൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ട്. എത്രമാത്രം ഭംഗിയിലാണ് ഈ കോട്ട പണിതെന്നറിയോ?
നല്ല ഉഷാറായിട്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്നൊന്നും അറിയില്ല. 1000 വർഷം പഴക്കമുണ്ടെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. 1000 വർഷം പഴക്കമുള്ള നല്ലൊരു കോട്ട. അങ്ങോട്ടുണ്ടോ? കോട്ടയുടെ അവശിഷ്ടങ്ങൾ. ആ കെട്ടൊക്കെ എന്ത് ഭംഗിയിലല്ലേ. 1000 വർഷം പഴക്കമുണ്ടായിട്ടും അന്നത്തെ എന്താ കാലഘട്ടത്തിലെ ശാസ്ത്രീയമായ നിലക്കുള്ള കോട്ടകളാണ്. ഭീമൊക്കെ ഉണ്ട്. കൈ കയറാനുള്ള സ്ഥലങ്ങള്. മാഷാ അല്ലാ. എന്താ എന്നാല് ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ താമസിച്ചിരുന്നു കേട്ടോ. ആളുകൾ എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ സൗദികളൊക്കെ താമസിച്ച സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇത്. നല്ല രസമുണ്ട്. നല്ലൊരു കോട്ട അല്ലേ. തന്നെ കോട്ടയാക്കി മാറ്റിയത് കല്ലുകളെ കൊണ്ട്. പണ്ടത്തെ മേൽക്കൂര. മേൽക്കൂരകളൊക്കെ ആയിട്ട് മേൽക്കൂര മരങ്ങളൊക്കെ അട്ടിവെച്ച് അതിൻ്റെ മുകളിൽ ആടുകള് നല്ല എന്താ ഉഷാറായിക്കണ്. അസ്സലാമു അലൈക്കും. ആടുകൾക്ക് ഉഷാറുണ്ട്. ആടുകളെ നമ്മളെ വെൽക്കം ചെയ്യാണ്. അസ്സലാമു അലൈക്കും. തായിഫിൻ്റെ ചരിത്രങ്ങൾ ഒറ്റ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. ബനി സഅദ് മാത്രം ഒരു വീഡിയോയിലെടുത്തിട്ട് അടുത്ത വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം. കുറച്ച് ദീർഘമായാലും ഇതൊരു ചരിത്രമാണ്. റബീഉൽ അവ്വൽ വരാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ സ്ഥലം കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാന വിഷയം കൂടി ആയതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.